ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണത്തിന് പോകണ്ട, റെഡിയായി ഒരുങ്ങി കെട്ടി നിൽക്കുകയാണ്. രാവിലെ ഒരു കല്യാണത്തിന് വെളുപ്പാൻ കാലത്ത് ഇപ്പോൾ ഒരു 5 മണിയായി. അപ്പം ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഗിഫ്റ്റ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കല്യാണം വിളിച്ചിട്ടില്ല, നൈസായിട്ട് വരി കയറിച്ചില്ലാണ്. ഞാനുണ്ട്, എൻ്റെ കണ്ണമ്മനുണ്ട്. കണ്ണമ്മനെ നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോടാ? ഓക്കെ, നമുക്ക് പോവാം. അപ്പം ഡയറക്റ്റ് കായംകുളം ടു ട്രിവാൻഡ്രം. അപ്പം ഭയങ്കര സെലിബ്രേറ്റഡ് ഒരു വെഡ്ഡിങ് ആണ്. അപ്പോൾ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, പോയിട്ട് വരാം. ബൈ. നമ്മളങ്ങനെ ഇവിടെ ഫൈനലി കഴക്കൂട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ തോന്നിക്കൽ അരിമണി മറക്കാൻ പോവുകയാണ്. കണ്ടുപിടിക്കണം ഇനിയും എന്താകും എന്ന് യാതൊരു ഐഡിയ ഇല്ല. ആകെ 1% ആണ് ഹോപ്പ് ഉള്ളത്. കണ്ണൻ എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ നിമിഷത്തിൽ? മിക്കവാറും തോന്നിക്കൽ അരിമണി മറക്കേണ്ടി വരും. ഓരോ അരിമണിയായിട്ട് അതാ ഒരു എക്സ്പെക്റ്റേഷൻ, ഹോപ്പ് 1% ഉള്ളു. അത് ഞാൻ കുറേ കോൺടാക്ട് ചെയ്ത്, ഞങ്ങൾ രണ്ടും കുറേ പേരെ കോൺടാക്ട് ചെയ്ത്. കുറച്ച് റിസ്ക് ആണ് കയറാൻ. ഇത് കൊടുക്കാന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആണ്. ആരും കയറ്റാത്തോണ്ട്. അതെ, അവരുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തു നിന്നൊക്കെ ഒരു സെലിബ്രിറ്റി അല്ലേ, അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം. അതെ, എൻ്റെ ആഗ്രഹം വെച്ചിട്ട് വരച്ച് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അപ്പം നോക്കാം, അല്ലെങ്കിൽ പിന്നെ അല്ലേ മാക്സിമം ഇന്ന് കൊടുക്കാൻ നോക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നിട്ട് നാളെ ആയാലും കൊടുക്കാൻ നോക്കും. തിരിച്ചു ഒരു മടക്കയാത്ര അതെ സാധ്യമല്ല. അല്ലെങ്കിൽ പിന്നെ അതും പറ്റിയില്ലെങ്കിൽ പിന്നെ സെറ്റ് ചെയ്യും. അതും പറ്റിയില്ല, കിടക്കുന്ന വണ്ടി വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. ഒന്ന് ആലോചിക്കണം. അവിടെ ഞങ്ങൾ കായംകുളത്തു നിന്ന് ഇവിടം വരെ 2.5 മണിക്കൂർ അല്ലേ ഇവിടെ? 2.5 മണിക്കൂർ നിന്ന് ട്രെയിനകത്ത് നിന്ന് ഭയങ്കരമായിട്ട് സീനാക്കിയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ കാലൊക്കെ ആണെങ്കിൽ വേദന എടുത്തിട്ട് വയ്യ. അപ്പം ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ട്. ഇനി വല്ല ഫുഡും എല്ലാം കഴിക്കണം. വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കുക. ഇവിടുന്ന് നേരെ പ്രോഗ്രാം നടക്കുന്നിടത്തോട്ട്, ഫംഗ്ഷൻ നടക്കുന്ന 24 മിനിറ്റ് യാത്രയുണ്ട്. അതെ, 24 മണിക്കൂർ യാത്ര. 24 മണിക്കൂർ 24 മിനിറ്റ്. 24 മിനിറ്റ് എത്ര കിലോമീറ്റർ നോക്കിയാ? 24 മിനിറ്റ്. ഓക്കെ. പിന്നെ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഇത് ആർക്കാ എന്താണ് കൊടുക്കുന്നതെന്നൊക്കെ എന്തായാലും ഞാൻ തമ്മിലൊക്കെ കൊടുക്കും, പിന്നെ ക്യാപ്ഷനൊക്കെ കൊടുക്കും. അപ്പോൾ അതിനകത്ത് വരും കേട്ടോ. അപ്പം ഇനിയിപ്പം ഫുഡ് കഴിക്കണം അല്ലേ? ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് വിശക്കണ്. ഫുഡ് കഴിച്ചിട്ട് നേരെ വിടുക. എങ്ങനെയൊക്കെ കൊടുത്തിരിക്കും, പ്രതീക്ഷയുണ്ട് 1%. അപ്പം വീണ്ടും കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു യൂബറൊക്കെ എടുത്ത് സ്പോട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായി തീരുമെന്നൊരു ഐഡിയ ഇല്ല. കണ്ണാ അങ്ങനെ നമ്മൾ കാർത്തിക് സൂര്യയുടെ വിളിക്കാത്ത കല്യാണത്തിൻ്റെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നെഞ്ചൊക്കെ ഇടിക്കുന്നുണ്ട്. ഞങ്ങളെ ഇവിടുന്ന് മിക്കവാറും ആട്ടിപ്പനിച്ച് വിടാൻ ചാൻസ് കൂടുതലാണ്. എടാ കണ്ണാ, ഫുഡ് കഴിക്കാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കയറുമോ കേട്ടാ? സദ്യയാന്ന് പറഞ്ഞ് വിളിക്കാത്ത കല്യാണത്തിന് വന്നതും പോരാ. അപ്പോൾ ഇതുവരെ നമ്മളെ ഇവിടുന്ന് ആരും അടിച്ചിറക്കി വിട്ടിട്ടില്ല. നമ്മളിവിടെ തന്നെ ഉണ്ട്. ബോഡി ഗാർഡ്സൊക്കെ അവിടെ ഉണ്ട്. മീഡിയക്കാർക്കൊന്നും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. നമ്മുടെ കഥാനായകൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കഥാനായകനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, മീഡിയാസൊക്കെ ഒരുപാടുണ്ട്. പിന്നെ മീഡിയാസിനൊന്നും അകത്തോട്ട് കയറാനുള്ള പെർമിഷനൊന്നുമില്ല. നമുക്കങ്ങനെ നൈസായിട്ട് അകത്ത് കയറ്റണം. ഞാൻ മീഡിയ അല്ലല്ലോ. നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നേക്കാം. മീഡിയക്കാരെ മൊത്തത്തിൽ വളഞ്ഞിരിക്കുക, കയറാൻ പോലും പറ്റില്ല. അങ്ങനെ നമ്മുടെ കല്യാണ ചെക്കൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ക്രൗഡ് ഉണ്ടാകുന്ന കൊണ്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഗെയ്സ്, നമ്മൾ അങ്ങനെ ഫൈനലി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇത് മാരേജ് എല്ലാം കഴിഞ്ഞിട്ട് അതിനകത്തുകൊണ്ട് കൊടുക്കുന്നതാണ് ടാസ്ക്. കണ്ണമ്മനെ എന്താ പറയാനുള്ളത്? ഞങ്ങൾ കുമ്മനായി ഗൈസ്.
മുതലാളി ഇതെന്തുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സിക്സ് പാക്ക് ആണ്. അതുകൊണ്ട് സിക്സ് പാക്ക് ഉള്ള പയ്യന്മാരോട് പിന്നെ എന്റെ കല്യാണത്തിന് ജട്ടി നേരത്തെ ഡയറക്ടർ ബ്രോയെ ഒന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം. അന്ന് ഈ ഫോട്ടോ വരച്ചൊരു drawing ആ. അതൊന്ന് ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കി. കുത്തിവരെന്ന് പറയും. ഇതിലോട്ട് നോക്കാം. ഒരു ഹായ് പറയാം. ഗെയ്സ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി കാർത്തിക് സൂര്യയെ കണ്ടു. ഞാൻ വരച്ച ഡ്രോയിങ് കൊടുത്തു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് സംഭവം. ഫസ്റ്റ് ടൈമിലാണ്. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഈ കണ്ണമ്മോൻ ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ നടന്നു. കൂടെ വരുത്തിക്കൊണ്ട് പറയല്ല, അവൻ ഉണ്ടായിട്ട് കാര്യങ്ങൾ നടന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് വിറയിലായിരുന്നു. നിനക്ക് എന്താ പറയാനുള്ളത്? നമുക്കെന്തോ നൈസ് മനുഷ്യൻ. നല്ലൊരു മനുഷ്യനാണെന്നറിയാം, എങ്കിലും നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കാണുമല്ലോ. കാര്യം പറഞ്ഞ് അതെ, ഇതോട്ട് വരച്ചതാണ്. പുള്ളി പറഞ്ഞ് കൊള്ളാൻ നൈസാന്ന് പറഞ്ഞു. പിന്നെ മെയിനായിട്ട് അറിയാലോ, കല്യാണത്തിന് തിരക്ക്, സംസാരിക്കാൻ സമയമില്ല, ഭയങ്കര ക്യൂ ആണ് ഫോട്ടോ എടുക്കാൻ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ കാര്യം പറഞ്ഞ് മാറി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സാധനം കൊടുത്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിലും കഴിക്കും, അത് വേറെ കാര്യം. വിശക്കുന്നു, രാവിലെ ഒന്നും കഴിച്ചില്ല, വന്ന് കയറിയതാ. ഇല്ല, പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വീഡിയോസൊക്കെ വരും. ബാക്കി വീഡിയോസ് നമുക്ക് പിന്നെ കാണിക്കാം. അപ്പം ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിറങ്ങണം മോനെ. പോയില്ലയോ? നീ ഹാപ്പിയാണോ? ട്രെയിൻ വരുന്നത് അയ്യോ, 3:15 വരണ്ട. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ട്രെയിൻ കയറുവാണ്. ബാക്കി ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഹാപ്പി. നമ്മൾ വെഡ്ഡിങ്ങിന് പോയി വന്ന് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു. അതായത് വെഡ്ഡിങ് ഇന്നലെ ആയിരുന്നു, 11-ാം തീയതി ആയിരുന്നു. ഇന്ന് 12-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മൾ പോയിട്ട് വന്നതിന് ശേഷം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. വന്ന് കായംകുളത്ത് എത്തിയപ്പോൾ തന്നെ ഒരു സമയമായി. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയി. വന്ന് ടയേർഡായിപ്പോയി. അപ്പം ഇന്ന് 12-ാം തീയതിയാണ്, വെള്ളിയാഴ്ച. ഇന്നലെ 11-ാം തീയതി ആയിരുന്നു കല്യാണം. ഇന്ന് 12-ാം തീയതി ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുക്കാൻ കാരണം കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയാണ് വന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിളിച്ചിട്ടല്ല കല്യാണത്തിന് പോയപ്പോൾ അതിൻ്റെതായ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കണ്ണൻ, കൂടെ വന്ന കണ്ണൻ, അവന് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അവനാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. അവനുണ്ടായത് അത് കൊടുക്കാൻ പറ്റിയെന്ന് തന്നെ എനിക്കൊരു വിശ്വാസം. കാരണം വെച്ചാൽ ഞാൻ പേടിച്ച് മാറിയിരിക്കുമായിരുന്നു. കാരണം വിളിച്ചിട്ടില്ലാത്തതിൻ്റെ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ അതിനകത്ത് കയറുന്നതിൻ്റെ, അത് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. ആ ഒരു മൂഡിൽ അങ്ങനെ ആയിരുന്നു, അത്രേ ഉള്ളൂ. അവനുണ്ടായത് അത് നടന്ന്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊന്ന് കൊടുക്കണം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് വേറെ കാര്യം. കാരണം ഭയങ്കര ബ്ലെസ്സിങ്ങാണ് പുള്ളി. നല്ല എപ്പോഴും ചിരിച്ചുള്ള മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. ഞാൻ ഡ്രോയിങ് ചെയ്ത് ഇത്ര ദിവസം കൊണ്ട് വരച്ച് കംപ്ലീറ്റ് ആക്കി. 6-7 ദിവസം എടുത്തതൊന്ന് കംപ്ലീറ്റ് ആക്കി സെറ്റ് ചെയ്ത് അക്രിലിക്കിനകത്ത് പ്രിൻറ്റ് ചെയ്ത് സാധനം അടിപൊളിയാക്കി അവിടെ കൊണ്ടുപോയി.
അപ്പോൾ ഇത് കൊടുക്കണില്ല. വെഡ്ഡിങ്ങിന് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ, അതായത് ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ വേറെ ദിവസം കൊടുത്തേനെ, അത് വേറെ കാര്യം. ശ്രമിക്കുക എന്നുള്ളതല്ല. പുള്ളിക്ക് അടുത്തുള്ള ഫ്രണ്ട്സിനെയും ഫാമിലി അങ്ങനെ മാത്രമേ ഉള്ളൂ, അല്ല പുറത്തുനിന്നുള്ളവർ. കാരണം കൂടുതൽ പ്രശ്നം അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാർ വന്നിട്ട് പ്രശ്നമാക്കുന്നുണ്ട് വെച്ചിട്ട് പുള്ളി അങ്ങനെ അധികം ഒന്നും ആക്കാണ്ട് സെറ്റാക്കിയത്. കാരണം അറിയാമല്ലോ മീഡിയക്കാർ അന്നേരം ഈ വീഡിയോയ്ക്ക് തന്നെ കാണാം മീഡിയക്കാർ വന്നിട്ട് പുള്ളി അങ്ങ് പൊതി ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ട് അതിൻ്റേതായ ടെൻഷൻ. നമ്മളെ വിളിച്ചിട്ടില്ല, വിളിക്കാത്ത കല്യാണത്തിന്. ഒന്നാമത് വിളിക്കുന്ന കല്യാണത്തിന് പോയി ഞാൻ അങ്ങനെ പോകാറില്ല. അപ്പോൾ വിളിക്കാത്ത കല്യാണത്തിന് പോയതിൻ്റെ ഒരു ടെൻഷൻ വേറെ. പിന്നെ നമ്മൾ സെലിബ്രേറ്റഡ് മാരേജിനല്ലേ പോകുന്നത്, പിന്നെ ഫസ്റ്റ് വ്ളോഗ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മൂഡ് അങ്ങനെ ആയിരുന്നു. പിന്നെ അത് സ്റ്റേജിൽ കയറി കൊടുത്ത്. അപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഗിരീഷേട്ടൻ്റെ കയ്യിലായിരുന്നു കൊടുത്തത്. കാർത്തിക് ബ്രോയുടെ റിലേറ്റീവ് ഗിരീഷേട്ടൻ്റെ കയ്യിലാണ് കൊടുത്തത്. പുള്ളിക്കാരനാണ് വീഡിയോ എടുത്ത് തന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം അതിന് കാണാമല്ലോ അതിനകത്ത്. കണ്ണനാണ് കൂടുതലും കാര്യങ്ങൾ. എനിക്കങ്ങ് ടെൻഷനായിരുന്നു, വിറയ്ക്കുമായിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങ് വിറയ്ക്കുമോ, ആ ക്രൗഡൊക്കെ വന്നതിൻ്റെ ആണോ എനിക്ക് അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. പിന്നെ അവനാ കാര്യങ്ങളെല്ലാം പറഞ്ഞത്, കണ്ണനാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവൻ വരച്ചതാണ് അങ്ങനെയാണോ സ്പീഡിലല്ല, കാരണം ടൈമില്ല. പെട്ടെന്ന് ഫോട്ടോ എടുത്ത് മാറുക. നമ്മുടെ സാധനം മാത്രം അവിടെ അൺബോക്സ് ചെയ്ത് സത്യം പറഞ്ഞാൽ, ആ ഒരു സാധനം മാത്രം അൺബോക്സ് ചെയ്ത് ആരെയും കൊണ്ട് ചെയ്യുന്നത്. കാരണം ടൈമില്ല, അത്രയും ക്രൗഡ്. എനിക്ക് ഫോട്ടോസ് എടുക്കാൻ, പുള്ളിയുടെ കൂടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അത്രയും ആൾക്കാർ വീണ്ടും വെയിറ്റിങ്ങില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ മറ്റേ മാഹിമച്ചാൻ്റെ പുള്ളിക്കാരൻ്റെ പണി കൊടുക്കലും അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ടൈമില്ലാത്തതിൻ്റെ പേര് നമുക്കിത് കൊടുത്തിട്ട് മാറുക എന്നുള്ളതേ ഉള്ളൂ. കൊടുത്തു, സാധനം കൊടുത്തു, സെറ്റാക്കാൻ പറ്റി, എല്ലാം ചെയ്തു, ഹാപ്പി. ആഗ്രഹിച്ച സംഭവം നടന്നല്ലോ, നമ്മൾ ശ്രമിച്ചു. അതിനൊരു റിസൾട്ട് വരുമ്പോൾ ഒരു സന്തോഷം വരത്തില്ലേ, അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനാണ് ആഗ്രഹം. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ വ്ളോഗ് ചെയ്യണം, കണ്ടൻറ്റ് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നടക്കുന്നില്ലെന്ന് വെച്ചാൽ തിരക്കുണ്ട്. പിന്നെ വേറെ കുറേ അതിൻ്റെ സാങ്കേതികത ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ, അതുകൊണ്ട് ഇതുവരെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ തുടരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ വീഡിയോ തന്നെ ഇനിയിപ്പോൾ എന്ന് വരുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഇനി ഇത് എഡിറ്റ് ചെയ്യണം, ഇടണം എന്നൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. ഇനിയിപ്പം കാർത്തിക് ബ്രോയുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ആയിരിക്കും ഈ വീഡിയോ വരുന്നത്. എന്തോ ഇനിയൊക്കെ ചെയ്യും. ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുവാണ്. ആഗ്രഹം വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ, നടത്തണമല്ലോ, അത് വേറെ കാര്യം. അപ്പം ഇനി വീഡിയോസ് വരും കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ ആർട്ടിസ്റ്റ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സജഷൻ മെയിനായിട്ട് പറയണം കേട്ടോ. സജഷൻസ് പറയണം, കമൻറ്റിൽ പറയണം എന്തൊക്കെ. എനിക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യില്ല വീഡിയോ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റുകയാണെങ്കിൽ ഷെയറൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.